ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാനാസോണിക് കമ്പനിയുടെ VK650 മോഡൽ ഹൈവേ സെറ്റിൻ്റെ സർവീസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. സെറ്റ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. ഡിസ്പ്ലേ കറക്റ്റായി വർക്ക് ചെയ്യുന്നില്ല. ഓരോ ഭാഗങ്ങളിൽ ഓരോ ഡിജിറ്റ് തെളിഞ്ഞു നിൽക്കുകയാണ് കാണുന്നത്. സ്റ്റാൻഡ് ബൈ ബട്ടൺ ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും പല രീതിയിലാണ് ഡിസ്പ്ലേയിൽ ഡിജിറ്റ് തെളിഞ്ഞു വരുന്നത്. അങ്ങനെ വീണ്ടും സ്റ്റാൻഡ് ബൈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ F61 കാണിച്ച് സെറ്റ് ഓഫായി പോവുകയാണ്. നമുക്ക് ഈ കംപ്ലയിൻറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഈ കാണുന്നതാണ് ഈ സെറ്റിൻ്റെ ഉൾഭാഗം. ഈ സെറ്റിൻ്റെ പവർ സപ്ലൈക്ക് വേണ്ടി ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മോഡൽ സെറ്റിന് ശേഷം പാനാസോണിക്കിൻ്റെ എല്ലാ സെറ്റിനും പവർ സപ്ലൈക്ക് വേണ്ടി SMPS ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ട്രാൻസ്ഫോമർ അല്ല. ഈ കാണുന്നതാണ് ഈ സെറ്റിൻ്റെ ആംപ്ലിഫയർ ബോർഡ്. TDS സീരീസിലുള്ള 2 IC ആണ് ഈ ആംപ്ലിഫയർ ബോർഡിലുള്ളത്. 2 ICകളിൽ ഒരു IC സബ്വൂഫറിന് വേണ്ടിയും മറ്റൊരു IC 2 ചാനൽ ഔട്ട്പുട്ടിന് വേണ്ടിയുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു 2.1 സിസ്റ്റം തന്നെയാണിത്. പാനാസോണിക് ഹൈഫൈ സെറ്റുകളിൽ ഫാനിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് F61 സാധാരണയായി കാണിക്കാറ്. എന്നാൽ ഏതെങ്കിലും സപ്ലൈ മിസ്സായാലും F61 കാണിക്കും. അങ്ങനെയുള്ള ഒരു വർക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് റെഗുലേറ്റർ ICയും അതിനോടനുബന്ധിച്ചുള്ള വോൾട്ടേജുകളുമാണ്. ഇങ്ങനെയുള്ള വോൾട്ടേജുകൾ മിസ്സാവുന്ന ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കാരണം സെറ്റ് സ്റ്റാൻഡ് ബൈ റിലീസായാൽ മാത്രമേ എല്ലാ ഭാഗത്തുള്ള വോൾട്ടേജുകൾ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ബോർഡുകളും ഓപ്പൺ ചെയ്ത് വെച്ച് കണക്ഷനുകൾ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ മിസ്സായ വോൾട്ടേജുകൾ കണ്ടുപിടിക്കാൻ കഴിയൂ. അതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് ഞാൻ പറഞ്ഞത്. ബോർഡുകൾ കണക്ട് ചെയ്തിടുമ്പോൾ സ്ട്രിപ്പുകൾ ഡാമേജായി പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ വോൾട്ടേജ് മിസ്സായിരിക്കും നമുക്ക് കാണാവുന്നതാണ്. ആ ഭാഗത്തെ കംപ്ലൈൻ്റ് ആയ കമ്പോണൻറ്റ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. റെഗുലേറ്റർ ICയിലേക്ക് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്ന ഭാഗത്തെ ഒരു റെസിസ്റ്ററാണ് കംപ്ലൈൻ്റായി പോയിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഷോർട്ടുകൾ സംഭവിച്ചുകൊണ്ടാവാം ഇങ്ങനെ റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആകുന്നത്. ആ ഭാഗത്തെ മറ്റേതെങ്കിലും കമ്പോണൻറ്റുകൾ ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ റെസിസ്റ്റർ നമ്മൾ പുതിയത് ഇടാവൂ. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് മറ്റുള്ള കമ്പോണൻറ്റുകൾ ചെക്ക് ചെയ്തപ്പോൾ വേറെ ഷോർട്ടൊന്നും കാണിക്കുന്നില്ല. റെസിസ്റ്റർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ വോൾട്ടേജ് സപ്ലൈ എല്ലാം കറക്റ്റാണ്. നിങ്ങൾക്കതിപ്പോൾ മീറ്ററിൽ കാണാവുന്നതാണ്. ഇതിനു മുമ്പ് ആ ഭാഗത്ത് വോൾട്ടേജ് ഉണ്ടായിരുന്നില്ല. നമ്മൾ റെസിസ്റ്റർ ചേഞ്ച് ചെയ്തപ്പോഴാണ് വോൾട്ടേജുകളെല്ലാം വന്നത്. ആ വോൾട്ടേജ് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഡിസ്പ്ലേ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സെറ്റിൻ്റെ ഡിസ്പ്ലേ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ സെറ്റിൻ്റെ ഡിസ്പ്ലേ കണ്ടതാണ്, കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ വോൾട്ടേജ് മിസ്സായിരുന്നുകൊണ്ടാണ് സെറ്റിൻ്റെ ഡിസ്പ്ലേ കറക്റ്റ് വർക്ക് ചെയ്യാതിരുന്നത്. ഡിസ്പ്ലേ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും F61 ആണ് കാണിക്കുന്നത്. നമുക്കിനി സെറ്റിൻ്റെ ഓരോ ബോർഡുകളായി റീസെറ്റ് ചെയ്യാം. ഫാനിൻ്റെ കണക്ഷൻ കറക്റ്റായി ലഭിക്കുന്നില്ലെങ്കിൽ F61 കാണിക്കും. അതുകൊണ്ടാണ് F61 കാണിച്ചതെന്ന് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ബോർഡുകളെല്ലാം കറക്റ്റായി കണക്ട് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ F61 കാണിക്കുന്നില്ല. ഈ ഫാനിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വോളിയം കൂടുന്നതിനനുസരിച്ച് ഫാൻ വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്തില്ല എങ്കിൽ F61 കാണിക്കും. ഫാനിൻ്റെ കണക്ഷൻ കൊടുത്തില്ലെങ്കിൽ പോലും F61 കാണിക്കും. ഇപ്പോൾ ഈ സെറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സെറ്റിൻ്റെ ഈ ഭാഗത്തായി ഒരു 5 വോൾട്ടിന് കണക്ഷൻ ഇട്ട് കൊടുക്കണമെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു. ഈ ഭാഗത്ത് എന്തോ സോക്കറ്റ് ഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കുവാൻ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം തന്നെ ഒരു ഹോൾ ഇട്ടുകൊണ്ടാണ് സെറ്റ് സർവീസിന് കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് 2 വയർ ആ ഭാഗത്തു കൂടി പുറത്തിട്ട് തന്നാൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ചെയ്തു കൊടുക്കാം. നമ്മൾ മറ്റുള്ള സെറ്റുകൾ USB ബോർഡ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതിന് കസ്റ്റമറിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ കണക്ഷൻ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ കണക്ഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഷോർട്ടുകൾ സംഭവിച്ച് മദർ ബോർഡിന് ഡാമേജ് വരാതിരിക്കുന്നതിന് വേണ്ടി ഞാനൊരു റെഗുലേറ്റർ IC വഴിയാണ് ഇതിന് സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി.